നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. യേശു ശിഷ്യരെന്ന നിലയിൽ നമുക്ക് ഈശോ നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനം ഏതാണ്? വിശ്വാസത്തിൽ ആഴത്തിൽ നമുക്ക് ജീവിക്കുവാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നത് അവിടുത്തെ പെസഹ രഹസ്യങ്ങളാണ്. പെസഹ രഹസ്യങ്ങൾ അത് വലിയൊരു മിസ്റ്ററിയാണ്, മറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ ആ അർത്ഥം എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. പെസഹ രഹസ്യങ്ങളിൽ ഏറ്റവും മിഴിവോട് നിൽക്കുന്നതും നമുക്കെന്നും സമാധാനവും സന്തോഷവും നൽകുന്നതാണ് അവിടുത്തെ പീഡാസഹനം. അവിടുന്ന് ഗത്സമൻ തോട്ടത്തിലായിരിക്കുമ്പോൾ ആ വൈകുന്നേരം രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെല്ലാം അപകടം വന്നപ്പോൾ ഓടി ഒളിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഒറ്റുകൊടുക്കുന്നു. തുടർന്ന് ഏറ്റവും അനീതി നിറഞ്ഞ വിചാരണ, മരണത്തിലേക്ക് വലിച്ചെറിയുന്ന വലിയ ക്രൂരത, കുരിശു ചുമന്നുകൊണ്ടുള്ള അവിടുത്തെ യാത്ര, അതിദാരുണമായ പീഡാസഹനം. ഈ പീഡാസഹനത്തിൽ ഈശോ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്? അവിടുന്ന് നിശബ്ദനായിരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവിടുന്ന് നിശബ്ദനായിരുന്നു എന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഈ പെസഹ രഹസ്യത്തിലെ ഏറ്റവും മിഴിവാർന്ന ചിത്രം അവിടുത്തെ പീഡാസഹനം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കട്ടെ, കുരിശെടുത്തുകൊണ്ട് വരട്ടെ എന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഈശോ തൻ്റെ കുരിശുമരണം നമ്മുടെ മുൻപിൽ നൽകിക്കൊണ്ടാണ്. അനുദിന ജീവിതത്തിൽ ഈ കുരിശുമരണം നാം ഓരോരുത്തരും ഓരോ ദിവസവും ഏറ്റെടുക്കുന്നുണ്ട്. അത് ഈശോ അത് ഏറ്റെടുത്തതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് എങ്ങനെ ഏറ്റെടുക്കുവാൻ സാധിക്കും? അതിന് ആത്മീയ ധ്യാനം ആവശ്യമാണ്. ആ ധ്യാനത്തിന് ശക്തി എവിടെ നിന്നാണ് കിട്ടുക? അത് ധീരതയോടുകൂടി ഈ പീഡാസഹനം ഏറ്റെടുത്ത രക്തസാക്ഷികളുടെ ജീവിതം നാം പഠിക്കുമ്പോഴാണ്. രക്തസാക്ഷികളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലെ, അനുദിന ജീവിതത്തിലെ സങ്കടങ്ങൾ, കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ നമ്മെ സഹായിക്കണം. അതുകൊണ്ട് കഴിയുന്ന അവസരങ്ങളിലെല്ലാം രക്തസാക്ഷികളുടെ ജീവിതം നാം പഠിക്കണം. ഈ എപ്പിസോഡുകളിലൂടെ, നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെ നാം പരിചയപ്പെടുത്തുകയാണ് രക്തസാക്ഷികളെ. സഭയിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു സമൂഹമാണ്, കത്തോലിക്ക സമൂഹമാണ് ജപ്പാനിലെ ക്രൈസ്തവ സഭ. 10 ലക്ഷത്തിലധികം വിശ്വാസികൾ മൃഗീയമായ ക്രൂരതയ്ക്ക് ഇരയായ ചരിത്രം. ഇന്നവിടെ 16 രൂപതകളും 50 ലക്ഷത്തോളം വിശ്വാസ സമൂഹവും വളരെയധികം പ്രേക്ഷിത പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അവിടെ സുവിശേഷം പ്രത്യക്ഷമായിട്ട് പ്രസംഗിക്കുവാൻ അനുവാദമില്ല. യഥാർത്ഥത്തിലുള്ള മാനുഷിക അവകാശങ്ങൾ പലപ്പോഴും അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്, നീതി ലഭിക്കാറില്ല. എങ്കിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. അതിന് ഈ സഭയുടെ വളർച്ചയ്ക്ക് ശക്തി കിട്ടിയത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ജീവൻ ത്യജിച്ചു. അതിക്രൂരമായ പീഡനങ്ങളാണ് ജപ്പാനിലുണ്ടായിരുന്നത്. 1549
വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈശോ സഭാംഗം, വലിയ മിഷണറി, ഇന്ത്യയുടെ മിഷണറി, സുവിശേഷം പ്രസംഗിക്കുവാൻ ജപ്പാനിലെത്തി. കുറച്ച് വർഷങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം കൊളുത്തിയ ആ വിശ്വാസത്തിൻ്റെ ദീപം അത് കത്തിപ്പടർന്ന് എത്രയോ ആയിരങ്ങളിലേക്ക് എത്തി. ആദ്യത്തെ 40 വർഷങ്ങൾ വലിയ പ്രതിസന്ധിയില്ലായിരുന്നു. അവിടെയുള്ള സമൂഹം ഈ സുവിശേഷം സ്വീകരിച്ചു. എന്നാൽ തുടർന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകാര്യമല്ലാതെ വന്നപ്പോൾ അന്നത്തെ ധാർമ്മിക വ്യവസ്ഥിതികൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്നവർക്ക് തോന്നിയപ്പോൾ കടുത്ത മതമർദ്ദനം അഴിച്ചുവിടുകയാണ്. 1597 മുതൽ 1887 വരെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കടുത്ത മതമർദ്ദനം. ഈ മതമർദ്ദനത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. വലിയ കിടങ്ങുകൾ തീർത്ത്, എല്ലാ ക്രിസ്ത്യാനിയാണ് കൊല്ലപ്പെടുകയാണ്. വലിയ കിടങ്ങുകൾ, ട്രെഞ്ചുകൾ തീർത്തിട്ട് ഒരുമിച്ച് അവരെ അതിലേക്ക് കൊണ്ടുവന്ന് അവിടെ കൊല്ലുകയാണ് ഉണ്ടായത്. ഈ ട്രെഞ്ചുകളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും യേശുവേ സ്തോത്രം, പരിശുദ്ധ അമ്മയെ അങ്ങേ മഹത്വപ്പെടുന്നു, എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ, ഇങ്ങനെയുള്ള നിലവിളികൾ കേൾക്കാമായിരുന്നുവെന്ന് ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വളരെ ശക്തമായി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ ശക്തമായി ധീരതയോടുകൂടി നേരിട്ട സംഭവങ്ങളുമുണ്ട്. 1673 കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ വിപ്ലവം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതമർദ്ദനം അവസാനിപ്പിക്കുന്നതിനായിട്ട് കർഷകരും പാവപ്പെട്ടവരും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ, ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ധീരമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തിയെങ്കിലും അത് 37,000 രക്തസാക്ഷികളെയാണ് സഭയ്ക്ക് സമ്മാനിച്ചത്. ഒരു കോട്ടയ്ക്കുള്ളിൽ മതമർദ്ദനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനായിട്ട് എല്ലാവരും 37,000-ലധികം വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. 1,25,000 വരുന്ന പട്ടാളക്കാർ, ചക്രവർത്തിയുടെ പട്ടാളക്കാർ വന്ന് നിഷ്കരുണം ഈ വലിയൊരു സമൂഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. എത്രയോ ക്രൂരമായ മതമർദ്ദനം മറ്റൊരു സഭയും അനുഭവിച്ചിട്ടില്ലാത്തതാണ് ജപ്പാൻ സഭ അനുഭവിച്ചത്. ഈ സഭയുടെ ധീരരായ രക്തസാക്ഷികളെ 1867 പീസ് 9 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട തോമസ് സുജി. വാഴ്ത്തപ്പെട്ട തോമസ് സുജി ജപ്പാനിലെ ഒമുറ ദേശത്ത് കുലീന കുടുംബത്തിലാണ് തോമസിൻ്റെ ജനനം. ഈശോ സഭാ വൈദികരിൽ നിന്നും വിദ്യാഭ്യാസം സ്വീകരിക്കുകയും ഈശോ സഭയിൽ ചേർന്ന് വൈദികനാവുകയും ചെയ്തു. ജപ്പാന്റെ തെക്കൻ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കവേ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ കയ്യിലകപ്പെടുന്നതിന് മുൻപേ മക്കാവു ദേശത്തേക്ക് ഒളിവിൽ പോവുകയും ചെയ്തു. 4 വർഷക്കാലം തോമസ് ഒളിവിലിരുന്നു കൊണ്ട് തന്നെ സുവിശേഷ വേല ചെയ്യുകയും അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. അദ്ദേഹം 1570 ജപ്പാനിൽ ജനിച്ചു. തുടർന്ന് അദ്ദേഹം ഈശോ സഭാംഗമായി തീർന്നു. തൻ്റെ പഠനത്തിൻ്റെ നല്ല ധനാഢ്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ച വലിയൊരു വൈദികൻ. 1612 അദ്ദേഹം വൈദികനായി, ഈശോ സഭാംഗമായി വൈദികനായി സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ആരംഭിച്ചു. എന്നാൽ 1614 പ്രത്യേകമായ വിളംബരമുണ്ടായി. ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യുക, ഇല്ലാതാക്കുക. പുറമേ നിന്ന് ആരും ജപ്പാനിലേക്ക് വരാൻ പാടില്ല, ജപ്പാനിൽ നിന്ന് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. അതിർത്തികളെല്ലാം അടച്ചുള്ള ഒരു ഭരണം. ആ ഭരണത്തിൽ പുറമേ നിന്ന് ആരും വരാതെ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെല്ലാവരെയും ഉന്മൂലനം ചെയ്യുക. സഭയുടെ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട തോമസ്
ഒളിവിൽ പോകേണ്ടി വന്നു. മറ്റു വൈദികരോടൊപ്പം ഒളിവിൽ പോയി. എന്നാൽ അദ്ദേഹം തിരികെ ഒരു കച്ചവടക്കാരൻ്റെ വേഷത്തിൽ ജപ്പാനിലേക്ക് എത്തി. ജപ്പാനിലെത്തി ഒരു കച്ചവടക്കാരൻ എന്ന രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കുകയാണ് ചെയ്തത്. വിവിധ സ്ഥലങ്ങളിൽ വളരെ സുദീർഘമായ ശുശ്രൂഷകൾ രഹസ്യത്തിൽ സുവിശേഷം പ്രസംഗിച്ചു. എന്തൊരു ധീരതയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ധീരമായിട്ട് അതായത് സന്യാസ സമൂഹത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം സന്യാസ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറി ഒരു കച്ചവടക്കാരൻ്റെ വേഷത്തിൽ രഹസ്യമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. അത്ഭുതകരമായിട്ടുള്ള വഴികളിലൂടെയാണ് അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചത്. ധാരാളം ആളുകളെ ആ അവസരത്തിൽ മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും 1627 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. കാരണം മറ്റൊന്നല്ല, നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിൽ ഞാൻ എൻ്റെ സുവിശേഷം യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്ന തീഷ്ണതയുള്ള മിഷണറി എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട തോമസ് പറയുന്നുണ്ട്, ലോകം മുഴുവൻ എനിക്ക് നൽകാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല എന്ന്. എത്രയോ ധീരമായിട്ടുള്ള വിശ്വാസ പ്രഘോഷണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തുടർന്ന് 13 വർഷം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ 13 വർഷം ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതിനുശേഷം നാഗാസാക്കിയിലെ രക്തസാക്ഷികളുടെ കുന്നിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുവരികയും അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു, നിർമ്മാർജ്ജനം ചെയ്തു. നാഗസാക്കിയിൽ തിരിച്ചെത്തിയ തോമസ് വിശുദ്ധ ബലിയർപ്പിക്കവേ പടയാളികൾ ഭവനം വളയുകയും ഫാദർ തോമസിനെയും അവിടെ പങ്കെടുത്തിരുന്ന മിഷണറിമാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ജയിലിൽ അടയ്ക്കപ്പെട്ട തോമസിൻ്റെ അടുക്കൽ വീട്ടുകാരും ബന്ധുജനങ്ങളും എത്തി വിശ്വാസം ഉപേക്ഷിക്കാൻ അഭ്യർത്ഥിച്ചു. എങ്കിലും അദ്ദേഹം അതിനു വഴങ്ങാതെ ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞു. 13 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം നാഗസാക്കിയിലെ ചോരമണക്കുന്ന കുന്നുകളിലേക്ക് കൊണ്ടുപോവുകയും തൂണിൽ കെട്ടിയിട്ട് കാൽച്ചുവട്ടിൽ തീവച്ച് ആ ദിവ്യാത്മാവിനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. പിയൂസ് 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി 1867. എത്രയോ ധീരമായ രക്തസാക്ഷിത്വമാണ് അദ്ദേഹം നൽകുക. നമുക്ക് ഈ ലോകം മുഴുവൻ നൽകിയാലും എനിക്ക് തന്നു എന്നാലും ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല എന്ന് ധീരതയോടെ പറയുവാൻ ആ വലിയ രക്തസാക്ഷിക്ക് സാധിച്ചു. ജപ്പാനിലെ രക്തസാക്ഷികൾ, ലക്ഷക്കണക്കിനുള്ള രക്തസാക്ഷികൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നവും അതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ നാം അനുഭവിക്കുന്ന പീഡകൾ വിവിധ തരത്തിലുള്ളതാണ്. നമുക്ക് രക്തസാക്ഷിത്വം അനുഭവിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, നിരീശ്വര പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്ന കാലഘട്ടത്തിൽ, ലൗകിക സംസ്കാരം കാർന്നു നിന്നുന്ന നമ്മെ കീഴടക്കുന്ന ഒരു സംസ്കാരത്തിൽ, കമ്പോള സംസ്കാരം നമ്മെ വിഴുങ്ങിക്കളഞ്ഞ ഒരു ഭൗതിക സംസ്കാരം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രക്തസാക്ഷികളാകുവാനുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഈ ജപ്പാനിലെ രക്തസാക്ഷികൾ നമ്മുടെ മുൻപിലേക്ക് നൽകുക. നമുക്ക് ധീരതയോടെ അത് സ്വീകരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നാം വിശ്വാസികളാണോ? നമുക്ക് കർത്താവ് പറഞ്ഞു തന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഈ രക്തസാക്ഷികൾ നമുക്ക് വലിയ പ്രചോദനമാകട്ടെ. എന്നാൽ ഈ കാലഘട്ടം, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആഡംബരത്തിലും സുഖലോലുപതയിലും ജീവിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളെ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. സാഹചര്യങ്ങളനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലഘൂകരിച്ചുകൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. നമുക്ക് കനത്ത തിരിച്ചടി അതിന് ലഭിക്കും. ഇസ്രായേൽ ജനം എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും വിഗ്രഹാരാധനയും വ്യഭിചാരവും
അശുദ്ധിയും ദുർവൃത്തിയും അധാർമിക ജീവിതവും നയിച്ചോ അപ്പോഴെല്ലാം കനത്ത തിരിച്ചടി അവർക്ക് നേരിട്ടു. അവർ തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ട സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടം ഏറെ പ്രത്യേകിച്ച് കമ്പോള സംസ്കാരം, ഒരു മരണ സംസ്കാരം വളരെ ശക്തമായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ മരണ സംസ്കാരത്തിന് അടിപ്പെട്ടവരിലൂടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് ധീരതയോടുകൂടി അതിനെ ചെറുക്കണമെങ്കിൽ നമുക്ക് ഈ രക്തസാക്ഷിത്വത്തിൻ്റെ കരുത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് സ്വന്തമാക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. നമുക്ക് അനുദിന ജീവിതത്തിലെ നമ്മുടെ ആഡംബരത്തോടുള്ള നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ നാം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം സ്നേഹത്തോടുകൂടി പെരുമാറാതിരിക്കുമ്പോൾ, നമ്മുടെ ജഡികമായിട്ടുള്ള അഭിലാഷങ്ങൾ നമ്മൾ അറിയാതെ കീഴ്പ്പെട്ടു പോകുമ്പോൾ, ഇവിടെയെല്ലാം നമുക്ക് രക്തസാക്ഷിത്വം 10 കൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കുവാൻ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് രക്തസാക്ഷിത്വത്തിൻ്റെ അവസരമാണ്. നമുക്ക് ഈ രക്തസാക്ഷിത്വം ധീരതയോടുകൂടി ഏറ്റെടുക്കാം. സഭയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ജപ്പാനിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഒരു വലിയ കടമ എനിക്കുണ്ട്. അത് മാതൃകാ ജീവിതം നയിക്കുന്നത് വഴിയാണ്. ദിവ്യബലിയിൽ പങ്കെടുക്കുക, കൂദാശകൾ സ്വീകരിക്കുക, അനുദിന പ്രാർത്ഥനകൾ കൃത്യതയോടുകൂടി നാം പിൻചൊല്ലുക, പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടി വളർത്തുക, ജഡികമായ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, 10 കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിക്കുക. ഇതെല്ലാം രക്തസാക്ഷിത്വമാണ്. നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജപ്പാനിലെ ധീരരായ രക്തസാക്ഷികളുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം, അവരെ കുമ്പിട്ട് അവരെ വണങ്ങാം. അവരുടെ ചൈതന്യത്തിൽ ഒരംശം ഞങ്ങൾക്ക് നൽകണമേ, ഈ ആധുനിക കാലഘട്ടത്തിൽ രക്തസാക്ഷികളാകുവാൻ കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജപ്പാനിലെ രക്തസാക്ഷികളുടെ വലിയൊരു ചൈതന്യം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും ഉണ്ടാകട്ടെ. പ്രതിസന്ധികൾ ധീരതയോടെ നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നു